ആ ഈ പൊരുവേലത്തെ അങ്ങനെ ചാക്കായിട്ട് പോണേ അവിടെ നിന്നേ ഞാൻ കരുതി ഹരിതകർമ്മ സേനയുടെ ചാക്ക് വെക്കാൻ പോണെന്ന്, അല്ലെങ്കിൽ ഞങ്ങളുടെ ചാക്കും കൂടി വെക്കായിരുന്നു. അക്ഷയ പോവാൻ ഇത്രയും ചാക്ക് വേണം എന്തിനാ? പിന്നല്ല, ഒരു വഴിക്ക് പോവാലേ, എല്ലാം ഇരിക്കട്ടെ. എപ്പോഴാ ആവശ്യം വരെയെന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞ പ്രാവശ്യം മീര പോയപ്പോഴേ കൊറേ പ്രാവശ്യം നടത്തിച്ചു. എന്നോടാ കളി വേണ്ട. ഇതിന്റെ ഉള്ള എന്തൊക്കെയുണ്ട്? മുന്നാധാരം, പിന്നാധാരം, തീറാധാരം, പിന്നെ ഇത് ഞാനാണെന്നുള്ളതിനുള്ള സർട്ടിഫിക്കറ്റ്, പിന്നെ ഇത് ഇലക്ട്രിസിറ്റി ബില്ല്, ഫോൺ ബില്ല്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, പിന്നെ ഇത് എൻ്റെ അച്ഛൻ തന്നെയാണെന്നുള്ളതിനുള്ള സർട്ടിഫിക്കറ്റ്, ഇത് അമ്മ തന്നെയാണെന്നുള്ള സർട്ടിഫിക്കറ്റ്. അല്ല ഈ റേഷൻ കാർഡൊന്നും ഒറിജിനൽ വേണ്ടേ? ഒറിജിനലും ഉണ്ടോ, അതിന്റെ കോപ്പിയും വേണം. ഒക്കെ അതിൻ്റെ ഉള്ളിൽ എല്ലാം വേണ്ടേ? അതൊക്കെ വേണ്ടി വരും. എല്ലാം കൂടെ അതിൻ്റെ ഉള്ളിൽ റെഡിയാക്കി വെച്ചാൽ ഒരു ചാക്ക്. ഇനി രണ്ടാമത് എന്നെ നടത്തിക്കാൻ സമ്മതിക്കില്ല ഞാൻ. അതുകൊണ്ട് ഒറ്റത്തവണയായിട്ട് എല്ലാ കാര്യങ്ങളും ഒറ്റടിക്ക് നടക്കട്ടെ എന്ന് വെച്ചിട്ട് പോയിട്ട് വന്നിട്ട് ബാക്കി പറയാട്ടോ. എന്തിനാ പോണ? ആക്ച്വലി ഒരു വരുമാന സർട്ടിഫിക്കറ്റിന് കിട്ടാൻ വേണ്ടിട്ട് വരുമാന സർട്ടിഫിക്കറ്റിന്. ഹലോ, നമസ്കാരം മാഡം. വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷയായിട്ട് വന്നതാണ്. മുന്നാധാരം, പിന്നാധാരം, തീറാധാരം എല്ലാം വന്നിട്ടുണ്ട് മാഡം. കൈവശാധാരോ? അതെന്താണ്? കൈവശാധാരം ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. തന്റെ കയ്യിൽ എല്ലാ ആധാരം ഉണ്ടെങ്കിലും ആ ആധാരം തന്റെ തന്നെയാന്ന് ഞങ്ങൾ അങ്ങനെ തിരിച്ചറിയും. എന്റെ ദൈവമേ, അങ്ങനെ ഒരു ആധാരം ഉണ്ടോ? അതിനെപ്പറ്റി എന്നോട് ആരും പറഞ്ഞില്ലല്ലോ. ദൈവമേ, എന്റെ കഥോളേ. താൻ പോയി അത് മേടിച്ചിട്ട് വാടോ. വാ, അല്ലെങ്കിൽ ഇപ്പോഴതൊന്ന് ശരിയാക്കാനുള്ള ഡോക്യുമെന്റ്സും പൈസ ഉണ്ടായിരുന്നു. എത്ര രൂപ? ഒരു 100 രൂപ നോട്ടിന്റെ ഉള്ളില് 400-500 നോട്ട് വെച്ച് തന്നാ മതി. അത് വളരെ കുറഞ്ഞു പോയല്ലോ. അപ്പൊ കൈക്കൂലിയാണല്ലേ? അതൊന്നല്ല, പിന്നെ കുറച്ച് ഡോക്യുമെന്റ്സും കൂടി മതി. ബാക്കിയൊക്കെ ഞാൻ ശരിയാക്കിക്കോളാന്നേ. ഇല്ല, എന്ത് വന്നാലും ശരി, കൈക്കൂലിയെ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. ഞാനത് തരില്ല. കൈക്കൂലി അല്ല, തനിക്കത് ശരിയാക്കി കിട്ടണമെങ്കിൽ അത് തന്നെ. ഇല്ല കൂട്ടുകാരെ, ഇല്ല. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു കൈക്കൂലിയെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് മറ്റുള്ളവർക്ക് കൂടി ഒരു മെസ്സേജ് കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ ഇടുന്നത്.